गोविंदनाम संकीर्तनम। जय बोल सद्गुरुनाथ महाराज की जय. രുക്മിണി സ്വയംവരം ആദ്യം ചുരുക്കി വർണ്ണിച്ചു. ഈ ഗ്രന്ഥങ്ങളുടെ നിയമങ്ങളൊക്കെ എങ്ങനെയാണ്? ആദ്യം ഗുരുനാഥൻ ചുരുക്കി വർണ്ണിക്കും. ശിഷ്യനക്ക് താല്പര്യമുണ്ടെങ്കിലേ പറയാൻ പറ്റുള്ളൂ. ചുരുക്കി പറഞ്ഞപ്പോൾ ഇടയ്ക്ക് പരീക്ഷിച്ച് പറയും, വിസ്തരിച്ച് പറയാൻ പ്രാർത്ഥിക്കും. അപ്പോഴേ വിസ്തരിക്കുള്ളൂ. അതുകൊണ്ടാണ് അവൻ്റെ താല്പര്യം അനുസരിച്ചിട്ടാണ് ഇപ്പോൾ 3 അധ്യായത്തിൽ വിസ്തരിച്ച് വർണ്ണിക്കുന്നു. രാജാസി ഭീഷ്മകോ നാമ വിദർഭാധിപതിർമഹാൻ തസ്യ പഞ്ചാഭവൻ പുത്രാഃ കന്യകാ ച വരാനനാ. ഈ സ്വയംവരത്തിൻ്റെ പെരുമ, കൃഷ്ണകഥയുടെ പെരുമ പരീക്ഷിച്ച് തന്നെ ഇവിടെ പറഞ്ഞ് നമ്മളോട് ബോധ്യപ്പെടുത്തുന്നു. ബ്രഹ്മണ് കൃഷ്ണകഥാഃ പുണ്യാഃ മാധ്വീഃ ലോകമലാപഹാ. ഈ കൃഷ്ണകഥകൾ പുണ്യമായ കഥകളാണ്. പുണ്യം ചെയ്യുന്ന കാര്യങ്ങൾ പല കാര്യങ്ങളുണ്ട്. തീർത്ഥയാത്ര ഒക്കെ ചെല്ലുന്നത് പുണ്യമാണ്. പക്ഷേ അതിൽ കൂടുതൽ ചിലവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. കഥ കേൾക്കുന്നതിൽ ചിലവുകൊണ്ടില്ലേ, വെറുതെ ഇവിടെ നിന്ന് ഇരുന്നാൽ മതി. ദൂരത്തിലിരിക്കുന്നവർക്ക് ചിലപ്പോൾ ബസ് പിടിച്ച് വരണം. അടുത്തിരിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലേ. മാധ്വീഃ ലോകമലാപഹാ. പിന്നെ ഈ കൃഷ്ണകഥ എത്ര പ്രാവശ്യം കേട്ടാലും നിത്യനൂതനാഹ, വീണ്ടും കേൾക്കാൻ തോന്നുന്നതാണ് ആ കൃഷ്ണകഥകൾ. അതുകൊണ്ട് വിസ്തരിച്ച് പറയാനും പ്രാർത്ഥിച്ച ശേഷമാണ് ഇവിടെ വർണ്ണിക്കുന്നു. വിദർഭദേശത്ത് രാജാവ് ഭീഷ്മകൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ശശിലേഖ, അവർക്ക് 5 ആൺകുട്ടികളുണ്ടായി. 5 ഭൂതം പോലെയാണ്. ഈ രാജാവിന് എന്താണ് ആഗ്രഹം? കുട്ടികൾ സുവർണം പോലെ തിളങ്ങണം വിചാരിച്ചിട്ടാണ് ചില കുട്ടികൾ ഇങ്ങനെ പേരിടാറുണ്ട്. തങ്കം, തങ്കമണി, തങ്കമ്മ, അങ്ങനെയൊക്കെ പേരിടാറുണ്ട്. പക്ഷേ തങ്കം പോലെ ആവില്ലേ. ഇവിടെ അങ്ങനെയാണ്. രുക്മി, സുവർണം തന്നെ ഒരാൾക്ക് പേര്, പിന്നെ ഒരാൾക്ക് സുവർണ രഥൻ, പിന്നെ സുവർണ ബാഹു, സുവർണ കേശം, സുവർണ മാളി, ഇങ്ങനെ 5 പേര്. രുക്മ പറഞ്ഞാൽ സുവർണം. രുക്മ്യഗ്രജോ രുക്മരഥോ രുക്മബാഹുരണന്തരഃ രുക്മകേശോ രുക്മമാലി രുക്മിണ്യേഷാം സ്വസാസതി. സുവർണം പേരിട്ടു. പക്ഷേ ഈ 5 പേരും പിച്ചള പോലെയാണ് ഇരിക്കുന്നു, സുവർണം പോലെ അല്ലേ. അപ്പോഴാണ് 5ാമത്തെ ഒരു പെൺകുട്ടി ഉണ്ടായി. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ആ കുട്ടിക്ക് രുക്മിണി എന്ന് പേരിട്ടു. ഈ രുക്മിണി ചെറുപ്പത്തിൽ തന്നെ നാരദൻ മൂലം കൃഷ്ണകഥ കേട്ടു. കാരണം രുക്മിണി നന്നായിട്ട് വീണ പഠിച്ചിട്ടുണ്ട്. ഒരു ദിവസം തൻ്റെ കൊട്ടാരത്തിൻ്റെ തോട്ടത്തിലിരുന്ന് വീണയും കയ്യിൽ വെച്ച് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്തിലാണ് ആകാശവഴിയിലൂടെ ചെന്ന് നാരദൻ രുക്മിണിയെ കണ്ടു. ഏകദാ നന്ദനവനേ ശുദ്ധസ്ഫടിക മണ്ഡപേ വാദയാമാസ സാ വീണ സമവേത സഖീജനൈഃ. അങ്ങനെ തോഴിമാരോട് വീണ വായിക്കുന്ന രുക്മിണിയെ കണ്ടപ്പോൾ ആകാശത്തിൽ നിന്നും നാരദൻ ഇറങ്ങി വന്നു. തൻ്റെ അമ്മയെപ്പോലെ തോന്നി നാരദർക്ക്. നാരദൻ്റെ അമ്മ ആരാണ്? സരസ്വതി ദേവി. സരസ്വതി എപ്പോഴും കയ്യിൽ വീണ വെച്ച് ഭഗവാന്റെ നാമങ്ങൾ പാടാറുണ്ട്. രുക്മിണിയുടെ പാട്ട് കേട്ട നാരദൻ പിന്നെ രുക്മിണിയോട് പറഞ്ഞു, നീ പാടേണ്ട കൂടുതൽ പറഞ്ഞു. ഒരാൾ പാടുന്ന സമയത്ത് ഇപ്പോൾ മതി എത്തിക്കൊള്ളു പറഞ്ഞാൽ എന്താ അർത്ഥം? കേൾക്കാത്ത സുഖമില്ല എന്നാണ് അർത്ഥം. രുക്മിണി ചോദിച്ചു, പാട്ടിലേത് തെറ്റ് കുറ്റങ്ങളുണ്ടോ ചോദിച്ചപ്പോഴാണ് നാരദൻ പറഞ്ഞു, നീ നന്നായിട്ട് പാടുന്നുണ്ട്, പക്ഷേ അത് കേൾക്കാനുള്ള അധികാരി ഇവിടെ ഇല്ലേ. നിൻ്റെ ഈ വീണയോട് ചേർന്ന് പാടുന്ന പാട്ട് കേൾക്കാൻ ഒരു ഫ്ലൂട്ട് വിദ്വാൻ, ഓടക്കുഴൽ വിദ്വാനുണ്ട്, അയാൾ കേട്ടാൽ നന്നാവും. അപ്പോൾ ചോദിച്ചു രുക്മിണി, ഓടക്കുഴൽ വിദ്വാൻ ആരാണെന്ന്. ഉടനെ കൃഷ്ണൻ്റെ കഥ രുക്മിണിക്ക് പറഞ്ഞു കൊടുത്തു നാരദൻ. രുക്മിണിക്ക് കൃഷ്ണകഥ പറഞ്ഞു കൊടുത്ത നാരദൻ നേരെ കൃഷ്ണൻ്റെ കൊട്ടാരത്തിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ കൃഷ്ണൻ നാരദനെ പൂജിക്കാൻ വേണ്ടി സ്വയം ഗണ്ടിയിൽ വെള്ളം കൊണ്ടുവരണം, സ്വയം പൂക്കൾ കൊണ്ടുവരണം, സ്വയം മാല എടുത്ത് കൊണ്ടുവരണം. പിന്നെ ഓടിയാടി നടക്കുന്നത് കണ്ടപ്പോൾ നാരദൻ പറഞ്ഞു, സജ്ജനാർച്ചന കാമസ്യ, സജ്ജനങ്ങളെ അർച്ചിക്കാൻ താത്പര്യമുള്ള നിനക്ക് ഒരു വിവാഹം കഴിച്ചാൽ ആ പെൺകുട്ടി തന്നെ മാല റെഡിയാക്കി വയ്ക്കും, ഗണ്ടിയിൽ വെള്ളം കൊണ്ടുവയ്ക്കും, എല്ലാം സൗകര്യം ചെയ്യില്ലേ. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അങ്ങനെ സജ്ജനങ്ങളെ പൂജിക്കാൻ താത്പര്യമല്ലോ, പെൺകുട്ടി കിട്ടണ്ടേ, നല്ല പെൺകുട്ടി കിട്ടണ്ടേ. അപ്പോൾ നാരദൻ പറഞ്ഞു, ഇപ്പോൾ ഒരു പെൺകുട്ടിയെ കണ്ടുവന്നിട്ടുണ്ട്, രുക്മിണി എന്നാണ് പേര്, നിനക്ക് യോജിച്ച പെൺകുട്ടിയാണ്.
കാരണം സ്ത്രീകൾ വീട്ടിൽ ആണുകൂല്യം ഉണ്ടെങ്കിലേ 4 ഭക്തന്മാരെ വിളിച്ച് ഭക്ഷണം കൊടുക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അത് നടക്കില്ല. രുക്മിണി അങ്ങനെ താത്പര്യമുള്ള പെൺകുട്ടിയാണ് പറഞ്ഞപ്പോൾ ശരി ഭഗവാനും തീരുമാനിച്ചു. കൃഷ്ണശ്ച സദൃശീം ഭാര്യാം സമുദ്വോഢും മനോദധേ. രുക്മിണി കൃഷ്ണനെ പ്രേമിക്കുന്നു മനസ്സിലാക്കിയ രുക്മിണിയുടെ അച്ഛൻ ഭീഷ്മക മഹാരാജാവ് ബന്ധുക്കളെ വിളിച്ചു വരുത്തി പറഞ്ഞു, ബന്ധൂണാം ഇച്ഛതാം ദാതും, എൻ്റെ പെൺകുട്ടിയെ രുക്മിണിയെ കൃഷ്ണനക്ക് കൊടുക്കണം, ഞാൻ തീരുമാനിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് സമ്മതമാണോ ചോദിച്ചപ്പോൾ എല്ലാവരും കൈയടിച്ചു, നല്ല സംബന്ധമാണ്, കൊടുത്തോളൂ. എല്ലാവരും അത് ആമോദിച്ചപ്പോൾ രുക്മിണിയുടെ ജ്യേഷ്ഠൻ രുക്മി പറഞ്ഞു, അച്ഛാ എനിക്ക് പ്രായമായതുകൊണ്ട് ബുദ്ധി ഒന്നും ശരിയാവുന്നില്ല, കൃഷ്ണനക്ക് രുക്മിണിക്കും യോജിക്കുന്നില്ലല്ലോ, കൃഷ്ണൻ എങ്ങനെ ഇരിക്കുന്നു, രുക്മിണി എങ്ങനെ ഇരിക്കുന്നു, ഹിരണ്യവർണ്ണാം ഹരിണീം സുവർണരജിത, സുവർണം പോലെയാണ് രുക്മിണി പ്രകാശിക്കുന്നു, കൃഷ്ണനോ കാക്ക കൃഷ്ണ, നല്ല കറുത്ത കറുത്ത കളറിലാണ്. ഗോപികമാർക്ക് കണ്ണിൽ മഷിയിടാൻ മഷി ആലോചിക്കാറില്ലേ, കൃഷ്ണ ഇങ്ങനെ കുറച്ച് കൃഷ്ണൻ്റെ കയ്യിൽ തേച്ചാൽ മതി, കുറച്ച് കിട്ടും, അത്രയും കറുത്ത കളറാണ്. പിന്നെ കൃഷ്ണനക്ക് നേരെ നിൽക്കാൻ അറിഞ്ഞുകൂടാ, നേരെ നിൽക്കണ്ടേ, ഒരു കാലം ഇങ്ങനെ വെച്ച് ഒരു കാലം ഇങ്ങനെ വെച്ച് അങ്ങനെ നിൽക്കുള്ളൂ. അപ്പോൾ ശരീരത്തിൻ്റെ കുഴപ്പമുണ്ട്, നേരിട്ട് നോക്കാറില്ല, ഇങ്ങനെ സൈഡ് വഴിക്കിടെ നോക്കുള്ളൂ. കൃഷ്ണൻ മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ല, 64 ദിവസം മാത്രമേ, 64 ദിവസങ്ങളിൽ 64 കല പഠിക്കാൻ പറ്റുമോ? ഒരു കല പഠിക്കാൻ തന്നെ 6 കൊല്ലം ബുദ്ധിമുട്ടണം. ഒരു മൃദംഗം, ഒരു ഫ്ലൂട്ട്, ഒരു വയലിൻ, എന്തെങ്കിലും ഒരു കല പഠിക്കാൻ തന്നെ ഒരു 6 കൊല്ലം വേണ്ടി വരും. ഈ കൃഷ്ണൻ ഒരു ദിവസത്തിൽ ഒരു കല എങ്ങനെ പഠിച്ചു? അത് സാന്ദീപിനെ കയ്യിൽ സംതിങ് കൊടുത്തിട്ട് സർട്ടിഫിക്കറ്റ് മേടിച്ചതാണ്. മര്യാദയ്ക്ക് പഠിച്ചുകൊണ്ട് മേടിച്ചിട്ടില്ലേ. ഇപ്പോൾ ചില കുട്ടികൾക്ക് അങ്ങനെ ചെയ്യില്ലല്ലോ, അതുപോലെയാണ് കൃഷ്ണൻ ചെയ്തു. അതുകൊണ്ട് കൃഷ്ണനക്ക് കൊടുക്കാൻ പാടില്ല, എൻ്റെ സുഹൃത്ത് ശിശുപാലനക്ക് കൊടുക്കണം എന്ന് തീരുമാനിച്ചു. പശുപാലൻ എന്നാണ് നോട്ടീസിൽ അടിച്ചിരുന്നു. അത് പാകുന്ന പദകം ശി എഴുതിയാൽ മതി, പശുപാലൻ്റെ പോലെ ശിശുപാലൻ നോട്ടീസിൽ അച്ചടിച്ചാൽ മതി. കൃഷ്ണനക്ക് കൊടുക്കേണ്ടാന്ന് തീരുമാനിച്ചു. രുക്മിണി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് അവിടെ ഒരു ബ്രാഹ്മണൻ നാമം ജപിച്ചു പറഞ്ഞു, ക്ഷേമം കുരു ഗോപാല സന്തതം മമ ക്ഷേമം കുരു ഗോപാല, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ആ ബ്രാഹ്മണനെ കണ്ടപ്പോൾ രുക്മിണി ദേവി പാദപൂജ ചെയ്തു. പാദ ചെയ്യുമ്പോൾ ചൂടായിട്ട് വെള്ളം വീഴുന്നത് കണ്ടപ്പോൾ എന്താണ് അദ്ദേഹം ശ്രദ്ധിച്ച് നോക്കുമ്പോൾ രുക്മിണി കരയുന്നത് കണ്ടു. രുക്മിണിയോട് ചോദിച്ചു, നിനക്ക് എന്താണ് വിഷമം? പെൺകുട്ടികളിൽ ചിലപ്പോൾ സൗന്ദര്യം ഉണ്ടെങ്കിൽ വിഷമം ഉണ്ടാവും, നമുക്ക് സൗന്ദര്യം ഇല്ലല്ലോ വിവാഹമാവുമോ സംശയം ഉണ്ടാവും. വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലല്ലോ വിഷമിക്കും. നിനക്ക് എന്താണ് വിഷമം? അപ്പോൾ രുക്മിണിയുടെ തോഴി പറഞ്ഞു, രുക്മിണി കണ്ണനെ പ്രേമിക്കുന്നു, രുക്മിണിയുടെ ജ്യേഷ്ഠൻ ശിശുപാലനക്ക് തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു, പേടിക്കേണ്ട, മനുഷ്യന്മാരുടെ തീരുമാനം നടക്കില്ല, ഭഗവാന്റെ സങ്കല്പം മാത്രമേ നടക്കുള്ളൂ. ഞാൻ ഇപ്പോൾ തന്നെ പോയി കണ്ണനോട് വിഷയം അറിയിക്കാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് 7 ശ്ലോകം എഴുതി ബ്രാഹ്മണൻ്റെ കയ്യിൽ കൊടുത്തു. ആ ബ്രാഹ്മണൻ ആകാശ വഴി കൂടി ചെന്നു. മഹാത്മാക്കൾ പലതരത്തിലാണ് ഇവിടെ പറയുന്നു. പൂർവ്വജന്മത്തിൽ ഗരുഡൻ രാമായണത്തിൽ പങ്കെടുത്തിട്ടില്ലേ? ഇവിടെ ദ്വിജഹ എന്ന് പറയുന്നുണ്ട്. ദ്വിജഹ പറഞ്ഞാൽ പക്ഷി എന്നാണ് അർത്ഥം. ഇപ്പോൾ ഗരുഡ ഭഗവാൻ വിചാരിച്ചു, പൂർവ്വജന്മത്തിൽ ഹനുമാൻ ഒരു മോതിരം കൊടുത്ത് സീതയും രാമനെയും ചേർത്ത് വെച്ചു, നമുക്കൊരു ഭാഗ്യമില്ലല്ലോ വിചാരിച്ച് ഗരുഡ ഭഗവാൻ തന്നെ ഇവിടെ ബ്രാഹ്മണ വേഷം കെട്ടി വന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ ദ്വിജഹ പറഞ്ഞാൽ പക്ഷി മാത്രമല്ല ബ്രാഹ്മണൻ എന്നുകൂടി അർത്ഥമുണ്ട്. പൂർവ്വജന്മത്തിൽ സീതയും രാവണനും പിരിഞ്ഞിരിക്കുന്നത് കണ്ട വാൽമീകി വിചാരിച്ചു, അടുത്ത ജന്മത്തിൽ ഞാൻ രണ്ടുപേരും ചേർത്ത് വെച്ചാലേ ഒരു സമാധാനം കിട്ടുള്ളൂ വിചാരിച്ച് വാൽമീകി മഹർഷിയാണ് ഈ ബ്രാഹ്മണ വേഷത്തിൽ വന്നു മഹാത്മാക്കൾ പറയുന്നു. എന്തായാലും ഒരു മഹാത്മാവാണ്, ഭഗവാന്റെ സങ്കല്പപ്രകാരം ഒരു മഹാത്മാ അവിടെ വന്നു. ഭഗവാന്റെ കയ്യിൽ ആ രുക്മിണിയുടെ കത്ത് സമർപ്പിച്ചു. ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ തന്നെ വായിച്ചോളൂ പറഞ്ഞപ്പോൾ ആ ബ്രാഹ്മണൻ തന്നെ അവിടെ വായിച്ച് കേൾപ്പിക്കുന്നു. ശ്രുത്വാ ഗുണാൻ ഭുവന സുന്ദര ശൃണ്വതാം തേ നിർവിശ്യ കർണവിവരൈർഹരതോംഗതാപം രൂപം ദൃശാം ദൃശിമതാമഖിലാർച്ചലാഭം ത്വയ്യച്യുതാ വിശതി ചിത്തമപത്രപം മേ ശ്രുത്വാ ഗുണാൻ ഭുവന സുന്ദരാ.
വിളിക്കുമ്പോൾ തന്നെ ഭുവനസുന്ദര എന്ന ആദ്യം ഒരു പുതിയതായിട്ട് ഒരു നാമം ഭഗവാനക്ക് സമർപ്പിച്ചു. ഇതിനു മുമ്പ് ഇതുവരെ ഭഗവാൻ ഓരോ ആളും ഇങ്ങനെ വിളിച്ചിട്ടില്ല. ഗോപികമാർ വിളിച്ചു, ശ്യാമസുന്ദര വിളിച്ചു, ഭുവനസുന്ദര വിളിച്ചിട്ടില്ല. സഹസ്രനാമത്തിൽ പോലും ഈ ഭുവനസുന്ദര എന്ന പേരില്ല. വിശ്വം വിഷ്ണു വഴക്കാരോ ഭൂതഭവ്യ ഭവത്രുഹു ഭൂതകൃത് ഭൂതഭൃത് ഭാവോ ഭൂതാത്മാ ഭൂതഭാവന, ഇങ്ങനെ ഭൂതം തുടങ്ങും. അവസാനം സർവപ്രഹരണായുധ, കിട്ടുന്നതൊക്കെ എടുത്ത് അടിക്കുന്ന ആളാണ്. ഇത് ഭീഷ്മൻ രചിച്ച സഹസ്രനാമം അദ്ദേഹം പോലെ തന്നെയാണ്, കുറച്ച് കട്ടിയായിട്ടിരിക്കണം. രുക്മിണി സഹസ്രനാമം എഴുതിയാൽ നല്ല ലളിതമായിരിക്കും. അങ്ങനെ സഹസ്രനാമത്തിൽ പോലും ഇല്ലാത്ത ഒരു പുതിയ പേര് ഭഗവാനക്ക് സമർപ്പിച്ചു, ഭുവനസുന്ദര. ഈ ഭുവനത്തിൽ ഏറ്റവും സുന്ദരൻ, ഈ ഭുവനത്തെ സുന്ദരമാക്കുന്നവൻ. ഭുവനം പറഞ്ഞാൽ വെള്ളം പോലെ നീലക്കളറിലിരിക്കുന്ന സുന്ദരൻ, വെള്ളം പോലെ എല്ലാവരോടും ചേരുന്ന സുന്ദരൻ. കുറച്ച് മുണ്ടിൽ വെള്ളം ഒഴിച്ചാൽ മുണ്ടിനോട് ചേരും. ഈ വെള്ളം ഒഴിച്ചിട്ടാണ് സ്ത്രീകളൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു. ചിലപ്പോൾ പെട്ടെന്ന് 4 ആളുകൾ കൂടുതൽ വന്നാൽ ഇത് ചെയ്യും. ചായ വേണം പറഞ്ഞാൽ പാലിൽ വെള്ളം ഒഴിക്കും. പിന്നെ പാചകന്മാർ അങ്ങനെയാണ്, 100 പേർക്ക് കറി വയ്ക്കുമ്പോൾ എക്സ്ട്രാ ഒരു 50 പേര് വന്നാൽ സാമ്പാറിൽ വെള്ളം ഒഴിക്കും. ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ടേ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുള്ളൂ. അങ്ങനെ വെള്ളം പോലെ എല്ലാവരും കൂടി ചേരുന്ന സ്വഭാവമുള്ളവനാണ് ഭുവനസുന്ദര. നിൻ്റെ ഗുണങ്ങൾ കേട്ട് ഞാൻ നിന്നെ പ്രേമിക്കുന്നു. ഒരാളെ പ്രേമിക്കുമ്പോൾ ഇപ്പോൾ പണമുണ്ടോ, പദവി സ്ഥാനമാനോ ഉണ്ടോ നോക്കുന്നു, പക്ഷേ ഗുണമുണ്ടോ നോക്കാറില്ല. ഗുണമാണ് ആദ്യം വേണ്ടത്. നിൻ്റെ ആ ഗുണങ്ങൾ പറയുന്നവരും സജ്ജനങ്ങളായിരിക്കണം. നുണ പറയുന്ന ആൾക്കാരോട് കേട്ടിട്ട് കാര്യമില്ല. സജ്ജനങ്ങൾ പറഞ്ഞ് നിൻ്റെ ഗുണം കേട്ട് നിന്നെ ഞാൻ പ്രേമിക്കുന്നു. ഞാൻ നിറച്ചും ധർമ്മകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. പാപി കൂപ തടാകാതി ദേവതായതനാച്ച അന്നപ്രധാനമാരാമ പൂർത്തമിത്യവിധീയതി പൂർത്തേഷ്ടദത്ത നിയമവ്രത. പൂർത്തം പറഞ്ഞാൽ ഒരു കുളം ഉണ്ടാക്കുന്നത്, കിണർ ഉണ്ടാക്കുന്നത്, അമ്പളം പണിയാനുള്ള പണം കൊടുക്കാനുള്ളത്, പിന്നെ അന്നദാനം ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യുന്നു, പിന്നെ ഒരു തോട്ടം, കുട്ടികൾ കളിക്കാനുള്ള തോട്ടം ഉണ്ടാക്കുന്നത്, ഇതൊക്കെ പൂർത്തധർമ്മം എന്നാണ് പേര്. പിന്നെ അഗ്നിഹോത്രം തപസ്സത്യം വേദാനാം ചെയ്വ പാലനം ആദിത്യം വൈസുദേവസ്യ ഇഷ്ടമിത്യഭിധീയതേ. പിന്നെ അഗ്നിഹോത്രം യാഗത്തിന് ഏർപ്പാട് ചെയ്യുന്നു. പിന്നെ വേദത്തെ രക്ഷിക്കാനുള്ള വേദപാഠശാല വയ്ക്കുന്നതും അതിഥികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്, ഇതൊക്കെ ഇഷ്ടധർമ്മം. ഇങ്ങനെ പൂർത്തേഷ്ട ദത്ത നിയമം. ദത്തം പറഞ്ഞാൽ സുവർണാദി ദാനം കൊടുക്കുന്നത്, നിയമം പറഞ്ഞാൽ തീർത്ഥാദി സ്നാനങ്ങൾ, വ്രതം, ഏകാശി മുതലായ വ്രതങ്ങൾ, ഇങ്ങനെ സകല ധർമ്മങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. രുക്മിണിയോടെ പറയുന്നു, എൻ്റെ നാട്ടിൽ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, രുക്മിണി കല്യാണ മണ്ഡപം, രുക്മിണി എഞ്ചിനീയറിംഗ് കോളേജ് എന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. രുക്മിണിയുടെ പണം വച്ചിട്ടാണ്. ആ രുക്മിണി കല്യാണ മണ്ഡപത്തിൽ ഫ്രീ ആയിട്ട് എല്ലാവർക്കും കല്യാണം നടത്താം. രുക്മിണി കോളേജിൽ പൈസ കൊടുക്കേണ്ട, ഫ്രീ ആയിട്ട് എല്ലാവർക്കും പാഠം പഠിക്കാം. അങ്ങനെ സത്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ ഭഗവാനെ പ്രാപിക്കുന്നതിനേക്കാൾ ശിശുപാലൻ മാറിപ്പോകണം. പുണ്യം ചെയ്തതിൻ്റെ അടുത്ത് ദുഷ്ടന്മാർ വരാറില്ല. അതുകൊണ്ട് ഞാൻ ശിശുപാലൻ മാറിക്കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. നിൻ്റെ കരുണ കൊണ്ട് എന്നെ വന്ന് പ്രാപിക്കണം. ഞാൻ കല്യാണത്തിൻ്റെ തലേ ദിവസം ദേവി പൂജയ്ക്ക് പോവും ക്ഷേത്രത്തിലേക്ക്. അപ്പോൾ എന്നെ വന്ന് കൊണ്ടുപോവാം. നിങ്ങൾ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ 100 ജന്മം കാത്തിരിക്കും. ഇത് പറഞ്ഞപ്പോഴാണ് ഭഗവാൻ അത്ഭുതപ്പെട്ടു. 100 ജന്മം കാത്തിരിക്കാൻ പറയുന്നത് വലിയ അത്ഭുതമാണ്. ഇപ്പം 100 ദിവസങ്ങളിൽ നമ്മൾ കാക്കാറില്ല. ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് 100 ദിവസം ആയിട്ടില്ല. ഞാൻ 40 ദിവസം ജ്യോത്സ്യനും പറഞ്ഞുകൊണ്ടിങ്ങനെ അമ്പലം ചുറ്റി വന്നു. കാര്യസാധ്യത ഉണ്ടായാലും അമ്പലത്തിൻ്റെ അടുത്ത് വരാറില്ല. കാര്യം സാധിച്ചില്ലെങ്കിലും ദേവനക്ക് ശക്തിയില്ലേ പറഞ്ഞു പോകും. അങ്ങനെ സാധാരണക്കാരുടെ സ്വഭാവം. ഇവിടെ രുക്മിണി 100 ജന്മം ഞാൻ കാത്തിരിക്കും പറഞ്ഞപ്പോഴാണ് ഭഗവാൻ ആ ബ്രാഹ്മണനെയും വണ്ടിയിൽ കയറ്റി പുറപ്പെട്ടു. അങ്ങനെ ബ്രാഹ്മണ കയ്യിൽ വണ്ടിയിൽ കയറ്റുന്ന സമയത്ത് ഒരു റിഹേഴ്സൽ, രുക്മിണിയെ കയറ്റുമ്പോൾ എങ്ങനെ കയറ്റണ്ടേ അതിന് ഒരു പ്രാക്ടീസ് പോലെയാണ് ഭഗവാൻ ബ്രാഹ്മണനെ പിടിച്ച് കയറ്റിയപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു, കയറ്റിയത് വയ്ക്കാൻ നല്ലതാണ്, പക്ഷേ ഇങ്ങനെ മുറുകെ പിടിക്കാൻ പാടില്ല. രുക്മിണി പെരിയ പെൺകുട്ടിയാണ്, എന്നെ പിടിക്കുമ്പോൾ പിടിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ബ്രാഹ്മണനെയും വിളിച്ചുകൊണ്ട് ഭഗവാൻ വിദർഭദേശത്തിലെത്തി. രുക്മിണി വിഷമിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ വിഷമിക്കുന്ന സമയത്താണ് പതുക്കെ
നല്ല ശകുനങ്ങളൊക്കെ ഉണ്ടായി. ബാഹുസവ്യം നയനകമലം ഭ്രൂലതാ ചാപി തസ്യാഹ പ്രാവേപന്തപ്രിയമുപഗതം സൂചയന്തി സ്വവൃത്യാ. ഇടത്തെ കൈ, ഇടത്തെ പുരികം, ഇടത്തെ കണ്ണുകളൊക്കെ ഇങ്ങനെ സ്പന്ദിക്കാൻ തുടിക്കാൻ തുടങ്ങി. സ്ത്രീകൾക്ക് ഇടത് കണ്ണ് ഇതൊക്കെ തുടിച്ചാൽ നല്ലതാണ്. പുരുഷന്മാർക്ക് വലത് ഭാഗത്തിൽ സ്പന്ദനം ഉണ്ടായാൽ നല്ലതാണ്. ഇങ്ങനെ നല്ല ശകുനം ഉണ്ടാണെന്ന് വിചാരിച്ച് നമ്മളായിട്ട് ഇങ്ങനെയൊക്കെ കൈ കാത് ആട്ടാൻ പാടില്ലേ. ചിലപ്പോൾ നമ്മൾ അറിയാതെ കണ്ണ് ഇങ്ങനെയൊക്കെ സ്പന്ദിക്കാറുണ്ട്. അങ്ങനെ രുക്മിണിക്ക് നല്ല ശകുനം ഉണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി? ആരാധാസീതലഘു തുളസി ഗന്ധസൗമ്യ സമീര, തുളസിയുടെ മണം ഉണ്ടായി. പിന്നെ പാഞ്ചജന്യ പ്രണാദ, പാഞ്ചജന്യ സംഖ്യൻ്റെ വിളി കേട്ടപ്പോൾ ഒരു സമാധാനമായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണൻ എത്തിച്ചേർന്നു. രുക്മിണി കണ്ണൻ വന്നു പറഞ്ഞപ്പോൾ അങ്ങനെ ഭാവാണ് കൊണ്ടുകൊടുത്ത ഗുരുനാഥനായ ആ ബ്രാഹ്മണർക്ക് രുക്മിണി ദേവി നമസ്കരിച്ചു. അതിനുശേഷം ദേവീക്ഷേത്രത്തിൽ ദേവിയെ പ്രാർത്ഥിച്ചു. നമസ്യേ ത്വാംബികേ ഭീക്ഷ്ണം സ്വസന്താനയുതാം ശിവാം ഭൂയാത്പതിന്മേ ഭഗവാൻ കൃഷ്ണഃ തദനുമോദതാം. നമസ്യേ ത്വാംബികേ ഭീക്ഷ്ണം. അവിടെ മഹാഗണപതി സുബ്രഹ്മണ്യസ്വാമി ഇങ്ങനെ കുടുംബസമേതമുള്ള ദേവീക്ഷേത്രമാണ്. അങ്ങനെ മഹാഗണപതിക്ക് കറുകപ്പുള്ളൊക്കെ സമർപ്പിച്ചപ്പോൾ മഹാഗണപതി തുമ്പിക്ക് ഉയർത്തി ആശീർവാദം ചെയ്തു. പിന്നെ സുബ്രഹ്മണ്യസ്വാമിയുടെ ആശീർവാദം, അതേപോലെ മഹാദേവൻ പാർവതിയുടെ ആശീർവാദം മേടിച്ച് പുറത്തു വന്നപ്പോൾ സുമംഗളിയായ സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നു. സുവാസിന്യൈ നമഃ, സുവാസിന്യർച്ചന പ്രീതായൈ നമഃ. പ്രായമായ ഈ സുമംഗളികൾക്ക് പൂജ ചെയ്യുന്നത് വളരെ വിശേഷമാണ്. സുവാസിന്യർച്ചന പ്രീതായൈ നമഃ, അത് അമ്മയ്ക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാക്കും. അപ്പോൾ അവർക്ക് താളിച്ചരട്, പിന്നെ വസ്ത്രം, കണ്ണാടി, ഇങ്ങനെ മംഗളദ്രവ്യങ്ങളൊക്കെ അവർക്ക് സമർപ്പിച്ച് അവരുടെ ആശീർവാദം മേടിച്ച് പുറത്ത് വന്നപ്പോഴാണ് എല്ലാ രാജാക്കളും വരിയായി നിൽക്കുന്നു. കൃഷ്ണൻ എവിടെയും നോക്കണ്ടേ, രുക്മിണി ഇങ്ങനെ തല താഴ്ത്തി വരണു. കാരണം പണ്ടത്തെ സ്ത്രീകൾ അങ്ങനെയാണ്, തല താഴ്ത്തിയേ നടക്കുള്ളൂ. സ്ത്രീകൾ എങ്ങനെ നടക്കണം, പുരുഷന്മാർ എങ്ങനെ നടക്കണം പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾ നടക്കുമ്പോൾ കാലിൻ്റെ തള്ളവരൽ നോക്കി ഇങ്ങനെ നടക്കണം. പുരുഷന്മാർ നടക്കുമ്പോൾ മൂക്കിൻ്റെ അറ്റം നോക്കി ഇങ്ങനെ ഗംഭീരമായി നടക്കണം. ഇപ്പോൾ മാറിപ്പോയി. സ്ത്രീകളൊക്കെ ഭദ്രകാളി പോലെ ഇങ്ങനെ പോകുന്നു. പുരുഷന്മാരൊക്കെ വെള്ളം അടിച്ച് ഇങ്ങനെ പോകണം, അവരിങ്ങനെ പോകും. മാറിപ്പോയി. ഇവിടെ രുക്മിണി സാധാരണ സ്ത്രീകളുടെ തല താഴ്ത്തി വരുള്ളൂ. ഇപ്പോൾ കല്യാണ സമയം വരല്ലേ, അപ്പോൾ തല താഴ്ത്തി വരുന്ന രുക്മിണി കൃഷ്ണൻ എവിടെയും നോക്കണ്ടേ, അതിന് ഒരു ഐഡിയ. പിന്നലിൽപ്പെടാതെ ചില കേശങ്ങൾ ഇങ്ങനെ കണ്ണിൻ്റെ അടുത്ത് വീണു. അതൊന്ന് അളകങ്കള മാറ്റുന്ന വ്യാജത്തിൽ ഉത്സാര്യ വാമ കരജേരളകാട പങ്കൈഹി പ്രാപ്താൻ ഹൃയേക്ഷതൻ രുപാൻ ദദൃശേ അച്യുതം സാ. കണ്ണിൻ്റെ അടുത്ത് വീണ് അളകങ്കള ഒന്ന് മാറ്റുന്ന രീതിയിൽ ഇങ്ങനെ തല ഉയർത്തി നോക്കുമ്പോഴാണ് കൃഷ്ണൻ കൃത്യം അവിടെ നിന്നു. രുക്മിണിയുടെ കടാക്ഷം കിട്ടിയപ്പോൾ എന്തായി? എല്ലാ രാജാക്കന്മാരും വീണു നടന്നു. എല്ലാവരും വീണു. പക്ഷേ വീഴാത്ത ആൾ അച്യുതൻ കൃഷ്ണൻ എന്നാ പറഞ്ഞു. ദദൃശേ അച്യുതം സാ. ആണപ്പുറത്തിരുന്നവർക്ക് ആണപ്പുറത്തിൽ നിന്ന് വീണു, കുതിരപ്പുറത്തിരുന്നവർ കുതിരപ്പുറത്തിൽ നിന്ന് വീണു, താഴെ നിന്നവർ അവിടെ തന്നെ വീണു. പിന്നെ രുക്മിണിയുടെ നോട്ടം കിട്ടിയപ്പോൾ തന്നെ കണ്ണൻ പെട്ടെന്ന് തൻ്റെ തേര് രുക്മിണിയുടെ അടുത്ത് കൊണ്ടുവന്നു. രുക്മിണിയെ കൈപിടിച്ച് ആ വണ്ടിയിൽ കയറ്റി പുറപ്പെട്ടു. ഈ രുക്മിണി കൃഷ്ണനോടെ സൗന്ദര്യം നോക്കി എല്ലാവരും അവിടെ ബൊമ്മ പോലെ നിൽക്കുന്നു. പിന്നെ ജരാസന്ധൻ പറഞ്ഞു, എന്നെ എല്ലാം നോക്കിയിരിക്കുന്നു, വേഗം പിടിച്ചോളൂ. പിന്നെ അവരൊക്കെ പറഞ്ഞു, ഈ നല്ല ദമ്പതിയെ പിടിക്കാൻ പാടില്ലേ എന്ന് പറഞ്ഞ് ചില ആളുകൾ ഞങ്ങൾ വരണില്ലേ പറഞ്ഞു. പിന്നെ ചില ആളുകൾ യുദ്ധത്തിന് പുറപ്പെട്ട കൃഷ്ണനെ പിടിക്കാൻ പറ്റുന്നില്ലേ. കൃഷ്ണൻ്റെ വണ്ടി ഭയങ്കര സ്പീഡിലാണ്. ഗുരുനാഥൻ ഒരു തമാശായി പറയും, കൃഷ്ണൻ വെണ്ണ കൊണ്ടുപോകുമ്പോൾ തന്നെ പിടിക്കാൻ പറ്റില്ലേ, പെണ്ണ കൊണ്ടുപോകുമ്പോൾ പിടിക്കാൻ പറ്റുമോ? കുറച്ചുകൂടി സ്പീഡ് കൂടുതലായിപ്പോയി. പിന്നെ കുതിരകൾ പോലും അവിടെ മയങ്ങി നിൽക്കുന്നു. താഴെ വീണവർ എഴുന്നേറ്റ് നിന്നു. കുതിരപ്പുറത്ത് നിന്ന് വീണവർ കുതിരപ്പുറത്ത് കയറി നിന്നു. തേരിൽ നിന്ന് വീണവർ തേരിൽ കയറിയിരുന്നു. ആണപ്പുറത്തുനിന്ന് വീണ ആൾ മാത്രം പെട്ടെന്ന് കയറാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആണയോട് കാല് മടക്കണം വൈകുമ്പോൾ ആണ പറയുന്നു, വെറുതെ കൊച്ചിരിക്കും, ഞാൻ ഒന്ന് രുക്മിണി കൃഷ്ണന്മാരെ കണ്ടോട്ടെ. ആണ പോലും അവിടെ ആസ്വദിച്ച് നിൽക്കുന്നു. പിന്നെ ഈ രാജാക്കന്മാർക്ക് ജരാസന്ധനോട് വിഷയം പറഞ്ഞു. ഞങ്ങൾ വരില്ലേ, നീ പോയി പറഞ്ഞോളൂ ശിശുപാലനോട് പറഞ്ഞു ജരാസന്ധൻ, നമുക്ക് വേറെ പെൺകുട്ടി കിട്ടിയാൽ കെട്ടാം, നമുക്ക്
പുറത്തു പോകാൻ പുറപ്പെട്ടോളൂ പറഞ്ഞപ്പോൾ ശിശുപാലൻ നേരെ രുക്മിയോട് പറഞ്ഞു, നിന്നെ വിശ്വസിച്ചാലേ ഞാനിവിടെ വന്നു. ഉടനെ രുക്മി യുദ്ധത്തിനായി പുറപ്പെട്ടു വന്നു. അവനോട് യുദ്ധം ചെയ്ത് അവനെ അവമാനിതനാക്കി ഭഗവാൻ. പിന്നെ ദ്വാരകയിൽ അച്ഛനമ്മമാരുടെ കയ്യിൽ രുക്മിണിയെ ഏൽപ്പിച്ചു. കൃഷ്ണൻ്റെ ധൃതി മനസ്സിലാക്കി മീനമാസം ഉത്തര നക്ഷത്രത്തിൽ വിവാഹം തീരുമാനിച്ചു. അങ്ങനെ മീനമാസം ഉത്തര നക്ഷത്രത്തിൽ എല്ലാ ദേവന്മാരുടെ വിവാഹ ദിവസം അന്നാണ്. മീനം പങ്കുണി ഉത്തരം എന്ന് പറയും. അന്നാണ് പാർവതിക്കും ശിവനുക്കും ദേവസേനയ്ക്കും മുരുകനുക്കും സീതയ്ക്കും രാമനുക്കും അതേപോലെ രുക്മിണിക്കും കൃഷ്ണനുക്കും എല്ലാ ദേവന്മാരുടെ വിവാഹ ദിവസം മീനം ഉത്തര നക്ഷത്രത്തിലാണ്. അതിനുവേണ്ടി പ്രത്യേക കല്യാണ മണ്ഡപം ഉണ്ടാക്കി ഭഗവാൻ വിശ്വകർമ്മ മൂലം. ദ്വാരകാനഗരീ മധ്യേ സഹസ്രസ്തംഭമണ്ഡപേ രത്നസിംഹാസനാരൂഢം സകലത്രം ചതുസ്സുരാഃ ആചാര്യവചനാത് സർവം അകരോദ്യദുനന്ദനഃ വാചാമഗോചരാത്മാപി വാസുദേവസ്വമായയാ ഭഗവാൻ ഭീഷ്മകസുതാം ഏവം നിർജിത്യ ഭൂമിപാൻ പുരമാനീയ വിധിവത് ഉപയേമേ കുരുദ്വഃ. ആ വിവാഹ മണ്ഡപത്തിൽ എല്ലാ ദേവന്മാരും എല്ലാ രാജാക്കന്മാരും എല്ലാവരും ബന്ധുക്കളും അവിടെ നിൽക്കുന്നു. മഹാഗണപതി പൂജയിൽ നിന്നാണ് തുടങ്ങും വിവാഹ ചടങ്ങുകൾ. അങ്ങനെ മഹാഗണപതിയെ പൂജിക്കണം. മഹാഗണപതിയെ ധ്യാനിച്ചപ്പോൾ തന്നെ മഹാഗണപതി അവിടെ പ്രത്യക്ഷമായി വന്നു, പൂജ സ്വീകരിച്ചു. പിന്നെ പറഞ്ഞു, കൃഷ്ണ നീ പേടിക്കണ്ട, ഞാൻ വിഘ്നമൊക്കെ ഞാൻ മാറ്റിക്കോളാം എന്ന് പറഞ്ഞ് മഹാഗണപതി പൂജ സ്വീകരിച്ച ശേഷം വാതിലിൽ പോയി നിന്നു. വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ വറു പറഞ്ഞ് തുമ്പിക്കെ ഉയർത്തി വറു വിളിച്ചു. വേണ്ടാത്ത ആളുകൾ തുമ്പിക്കെ പിടിച്ചിങ്ങനെ മാറ്റി വലിച്ചെറിയുന്നു. ഇങ്ങനെ മഹാഗണപതി അവിടെ കാവലിൽ നിൽക്കുന്നു. പിന്നെ സുബ്രഹ്മണ്യ സ്വാമി വരുന്നവരൊക്കെ വിളിച്ച് കൊണ്ടുപോകുന്നു. അങ്ങനെ എല്ലാ ദേവന്മാരും എല്ലാ രാജാക്കന്മാരും ആ കല്യാണത്തിൽ പങ്കെടുത്തു. ഗർഗാചാര്യൻ താളി പൂജ ചെയ്ത് അത് കൃഷ്ണൻ്റെ കയ്യിൽ കൊടുത്തു. കൃഷ്ണൻ രുക്മിണി കഴുത്തിൽ താളി സമർപ്പിച്ചു. വിമുച്യതേന കരാംബുജേന സംസാരബന്ധശരണാഗതാനാം കരേണ തേനൈവ ബബന്ധ തസ്യാഹ മാംഗല്യസൂത്രം മണിശോഭികണ്ഠേ. അങ്ങനെ മംഗളസൂത്രം സമർപ്പിച്ച് രുക്മിണി പാണിഗ്രഹണം ചെയ്ത് ഭഗവാൻ അവിടെ അഗ്നി ബ്രാഹ്മണന്മാരെ വലം വെച്ച് പ്രദക്ഷിണം ചെയ്ത് അവിടെ മണ്ഡപത്തിൽ ഭഗവാൻ ഇരിക്കുന്നു. അവിടെ വന്ന് ഭാഗവതന്മാർക്ക് പാടുന്നു. ശ്യാമസുന്ദര ശ്യാമസുന്ദര രാധാരമണ ശ്യാമസുന്ദര 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 രാധാരമണ ശ്യാമസുന്ദര ഭുവന സുന്ദര ഭുവന സുന്ദര രുക്മിണി രമണ ഭുവന സുന്ദര ഭുവന സുന്ദര ഭുവന സുന്ദര രുക്മിണി രമണ ഭുവന സുന്ദര ശ്യാമസുന്ദര ശ്യാമസുന്ദര രാധാരമണ ശ്യാമസുന്ദര 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 രാധാരമണ ശ്യാമസുന്ദര ഭുവന സുന്ദര ഭുവന സുന്ദര രുക്മിണി രമണ ഭുവന സുന്ദര ഭുവന സുന്ദര ഭുവന സുന്ദര രുക്മിണി രമണ ഭുവന സുന്ദര. ജയ ബോലോ രുക്മിണി രമണ ഭുവന സുന്ദര ലാൽ കീ ജയ. രുക്മിണി കല്യാണ വൈഭോഗമേ. ഭഗവാൻ ദമ്പതിയായി അവിടെ പ്രകാശിക്കുന്നു. ഭഗവാനക്ക് എന്തിനാ വിവാഹം ചോദിച്ചാൽ നമ്മളൊക്കെ കുട്ടികളാണ്. കുട്ടികൾ ധൈര്യമായി അച്ഛൻ്റെ അടുത്ത് പോകണമെങ്കിൽ അടുത്ത അമ്മ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ മാർക്ക് കമ്മിയായി വാങ്ങിയ കുട്ടി അച്ഛൻ്റെ അടുത്ത് കാണിച്ചാൽ അച്ഛൻ തള്ളാൻ പോകും. ബുദ്ധിയുള്ള കുട്ടി എന്ത് ചെയ്യും? അച്ഛനമ്മമാർ ചേർന്നിരിക്കുമ്പോൾ മാർക്ക് ഷീറ്റ് കാണിച്ചാൽ അച്ഛൻ നോക്കും. കമ്മിയായല്ലോ പറഞ്ഞാൽ അമ്മ പറയും, കുട്ടി രാത്രി മുഴുവൻ ഉറക്കം ഒഴിച്ച് പഠിച്ചതാണ്, ഞാനാണ് ഇടയ്ക്ക് ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്തു. ഈ ഉപാധ്യായൻ നല്ല ബുദ്ധിയില്ലാത്ത ആളാണ്, മാർക്ക് കമ്മിയായിട്ടിരിക്കുന്നു. അങ്ങനെ ഉപാധ്യായ പറയും. അങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത് സ്ത്രീയാണ്. സ്ത്രീ സപ്പോർട്ട് ചെയ്യുന്നത് ശിപാർശ പറയാണ്ടല്ലോ. സ്ത്രീ പാർശ്വം അടുത്തിരുന്ന് നമ്മളെ സഹായിക്കുന്നത് കൊണ്ടാണ് ശിപാർശ നമുക്ക് പറയാറുണ്ട്. അപ്പോൾ നമ്മളൊക്കെ പാപം ചെയ്തവരാണ്. അപ്പോൾ നമ്മൾ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പോയാൽ ചിലപ്പോൾ മഹാദേവനക്കോ കൃഷ്ണനക്കോ ദേഷ്യം ഉണ്ടാകും. അപ്പോൾ അടുത്ത് രുക്മിണി പാർവതി ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ അനുഗ്രഹം ഉണ്ടാകും. അങ്ങനെ കുട്ടികളായ നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് ദൈവങ്ങളൊക്കെ ഇങ്ങനെ ഭാര്യ സമേതമായിരിക്കുന്നു. പിന്നെ നമ്മുടെ ഹിന്ദുധർമ്മശാസ്ത്രപ്രകാരം വിവാഹമാവാത്തവർ രാജാവായി വർത്തിക്കാൻ പാടില്ല. എന്താ കാരണം? വിവാഹം ആവാത്തവർക്ക് ക്ഷമ ഉണ്ടാവില്ല. വിവാഹം കഴിക്കാത്ത പരശുരാമനെ കണ്ടിട്ടുണ്ടോ? കോടാലി വെച്ച് ഇങ്ങനെ നിൽക്കുന്നു. ശ്രീരാമനോ വളരെ ശാന്തനായിരിക്കുന്നു. വിവാഹം കഴിച്ചാൽ മതി, ഒരു കൊല്ലത്തിൽ ക്ഷമ വന്നോളും വരാത്ത ആൾക്ക്.
അങ്ങനെ ക്ഷമയോട് നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ വിവാഹം കഴിച്ചിരിക്കുന്നു. അങ്ങനെ നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ഇന്നലെ വിവാഹം കഴിച്ചു.